കാലചക്രം എന്ന സിനിമയിലെ തോണിക്കാരനായ തന്റെ കഥാപാത്രത്തിന്റെ പകരക്കാരനായി അഭിനയിക്കാൻ വന്ന യുവാവിനെ നോക്കി മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഇങ്ങനെ ചോദിച്ചു, എനിക്ക് പകരം വന്ന ആളാണല്ലേ എന്ന്. മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്ന ആ യുവാവിനെ സാക്ഷാൽ MT വാസുദേവൻ നായർ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന തന്റെ സിനിമയിലൂടെ 1979 വീണ്ടും വെള്ളിത്തിരയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അഭിനയകലയുടെ രാജകീയ ഭാവങ്ങളുമായി മലയാളത്തിന്റെ അഭിമാനം. ഒരു മാണിക്യത്തിനല്ല 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. നിന്റെയൊക്കെ പുരയിലുണ്ടാ കാണാൻ പരക്കത്തുള്ള പെണ്ണുങ്ങള്. അമതാജിന്റെ കണ്ണു പെട്ട വേണം തോന്നിയ എന്തും ചെയ്യും. ഞാൻ കൊല്ലണം തോന്നിയാ കൊല്ലും. ചോദിക്കാൻ വരുന്നവന്റെ നെഞ്ചിന്റെ കാലിനടി കിടന്ന് പൊട്ടും. വർഷം ചെല്ലുന്തോറും വീര്യം കൂടുന്ന വെള്ളിത്തിരയിലെ അദ്ഭുതം. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ ആ മുഖവും ആ ശബ്ദവും മെഗാസ്റ്റാർ മമ്മൂട്ടി. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. വിൽക്കാനുടെ സ്വപ്നങ്ങൾ മുതൽ പത്തേമാരി വരെയുള്ള കരുത്തും കാമ്പുമാർന്ന കഥാപാത്രങ്ങളെ ചേർത്തുപിടിച്ച് ലോക സിനിമയെ നോക്കി നെഞ്ചുവിരിച്ചു നിൽക്കാൻ മലയാളികൾക്ക് ധൈര്യം പകർന്ന മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം. അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട്. കണ്ട വിളിക്കണ കണ്ട. വടക്കൻ വീരഗാഥയിലെ ചന്തു, വിധേയനിലെ ഭാസ്കര പട്ടേലർ, മതിലുകളിലെ ബഷീർ, അമരത്തിലെ അച്ചൂട്ടി, CBI പരമ്പരയിലെ സേതുരാമയ്യർ, പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജി തുടങ്ങി അഭിനയത്തിന്റെ ഒരു വശം മമ്മൂട്ടി ഇങ്ങനെ കീഴടക്കുമ്പോൾ കോട്ടയം കുഞ്ഞച്ചനും രാജമാണിക്യവും തസ്കരവീരനും ബിഗ് ബിയും മായാവിയും അടങ്ങുന്ന കോമഡി കൊമേഴ്ഷ്യൽ സിനിമകളെന്ന മറുവശവും മമ്മൂട്ടി എന്ന നടന്റെ കയ്യിൽ ഭദ്രം. മമ്മൂട്ടി ഡയലോഗ് വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്, സെഞ്ചി സെഞ്ചി. 36 വർഷങ്ങൾക്കിപ്പുറവും അഭിനയ ലോകത്ത് ഇനിയും എത്രയോ സാഗരങ്ങൾ ഈ നടനിലുണ്ടെന്ന് പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കുന്ന വേഷപ്പകർച്ചകളിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തെ ചക്രവർത്തി തന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. पिक्चर अभी भी बाकी है भाई. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹാൻസം ആക്ടർ പത്മശ്രീ ഡോക്ടർ ഭരത് മമ്മൂട്ടിയെ, ആരാധക ലക്ഷങ്ങളുടെ സ്വന്തം മമ്മൂക്കയെ ഗ്ലോബൽ വില്ലേജിന്റെ ഈ മഹനീയ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു.